ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ പി പരമേശ്വർ സ്മൃതി ദിനം സംഘടിപ്പിച്ചു. മുൻ BMS അഖിലേന്ത്യാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK സജിനാരായണൻ പരമേശ്വർജിയെ അനുസ്മരിച്ചു. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ ചടങ്ങിൽ അധ്യക്ഷനായി. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു പി പരമേശ്വരൻ എന്ന വാഗ്മി. തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ പരമേശ്വർജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ചടങ്ങിൽ മുൻ BMS അഖിലേന്ത്യാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK സജിനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ബാക്കി വെച്ചാണ് പരമേശ്വർജി വിടവാങ്ങിയതെന്നും അദ്ദേഹം സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവെന്നും CK സജിനാരായണൻ അനുസ്മരിച്ചു. ഏറ്റവും വലിയ അദ്ദേഹത്തോടുള്ള ആദരവ് എന്താണ്? അത് അദ്ദേഹം കാഴ്ചവെച്ച ആ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആദരവ്. ആ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിക്കുക. പൂർണ്ണത കൈവരിച്ചില്ലെങ്കിലും അതിലൊരു കാൽവെക്കെങ്കിലും നമ്മളെ സംബന്ധിച്ച് തീർച്ചയായും വലിയൊരു നേട്ടമാണ്. മഹാപുരുഷന്മാര് നമുക്ക് നഷ്ടമാകുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ശ്രദ്ധേയനായിട്ടുള്ള ദത്തോപം സ്വീകരിച്ചു ഒരു ഉദാഹരണത്തിലൂടെ പറയട്ടെ. ചടങ്ങിൽ പത്മഭൂഷൺ O രാജഗോപാലിനെ വിചാരകേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ ആദരിച്ചു. പരമേശ്വർജി സഹോദരതുല്യനായിരുന്നുവെന്നും രാഷ്ട്രീയ രംഗത്തെ തന്റെ എല്ലാ വളർച്ചയ്ക്കും കാരണം പരമേശ്വർജിയാണെന്നും O രാജഗോപാൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പരമേശ്വർജി എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞാൻ കാണുന്നത്. ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ രംഗത്തുള്ള ഉയർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള കാരണം പരമേശ്വർജിയാണ്. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ, വിചാരകേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ CV ജയമണി, ജില്ലാ അധ്യക്ഷൻ വിജയകുമാരൻ നായർ, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി സജിത് കുമാർ VS, അനന്തു, ശിവാനി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കാളികളായി. ജനം, തിരുവനന്തപുരം.